ഇഞ്ചത്തൊട്ടി ഗ്രാമത്തിലേക്കാണ് നമ്മുടെ ഇന്നത്തെ യാത്ര. കേരളത്തിലെ ഏറ്റവും വലിയ തൂക്കുപാലം കാണാനായിട്ട് കോട്ടയത്ത് നിന്നും എറണാകുളം ജില്ലയിലേക്ക് ഒരു മനോഹരമായ കാട്ടിലൂടെയുള്ളൊരു യാത്ര. കോതമംഗലത്ത് നിന്നും ഏകദേശം 15 കിലോമീറ്റർ അകലെയായി നേര്യമംഗലം റൂട്ടിലാണ് ഈ തൂക്കുപാലം സ്ഥിതി ചെയ്യുന്നത്. പെരിയാർ വാട്ടർ സ്പോർട്ടിൻ്റെ കയാക്കിംഗ് ഇവിടെ നടക്കുന്നുണ്ട്. കുഞ്ഞു വള്ളങ്ങൾ, 2 പേർക്ക് സഞ്ചരിക്കാവുന്നത്, 4 പേർക്ക് സഞ്ചരിക്കാവുന്നത്, അങ്ങനെയുള്ള കുഞ്ഞു കുഞ്ഞു വള്ളങ്ങൾ, കൂടാതെ പെഡൽ ബോട്ടുകൾ. ഇപ്പോൾ നമ്മൾ നിൽക്കുന്നത് ഇഞ്ചത്തൊട്ടി തൂക്കുപാലത്തിലാണ് നിൽക്കുന്നത്. ഇത് 2012 ഇത് പൂർത്തീകരിച്ചിരിക്കുന്നത്. അതായത് അന്ന് ഇവിടെ ഈ 2 കടവ് തമ്മിൽ ഒരു കടത്തായിരുന്നു. ആ കടത്തിൽ ഒരു 10-18 പേര് വള്ളത്തിലുണ്ടായിരുന്നു. ആ വെള്ളം മറിയുകയും അതിനകത്തൊരു 3 പേര് മരണപ്പെടുകയും ചെയ്തു. അതിനുശേഷം പണിതിരിക്കുന്ന തൂക്കുപാലമാണ് ഈ തൂക്കുപാലം. ഇത് കേരളത്തിലെ ഏറ്റവും വലിയ തൂക്കുപാലമാണെന്നാണ് ഇവർ അവകാശപ്പെടുന്നത്. ജില്ലാ പഞ്ചായത്തിൻ്റെയാണിത്. സത്യത്തിൽ ഈ തൂക്കുപാലത്തിൽ ഇന്ന് ഒത്തിരി പേരുണ്ട് കാണാനായിട്ട്. ഭയങ്കരമായിട്ട് ഇളകുന്നുണ്ട്, എല്ലാവർക്കും പേടിയാണ് കേട്ടോ. ഇത് ഒരുപാട് സന്ദർശകർ ഇപ്പോൾ ഈ തൂക്കുപാലം കാണാനായിട്ട് വരുന്നുണ്ട്. അതായത് ഇതിൻ്റെ ഇഞ്ചത്തൊട്ടിയുടെ തന്നെ തൊട്ടങ്ങാപ്പുറത്തെ കയാക്കിങ് നടക്കുന്നുണ്ട്, ബോട്ടിങ്, ചെറിയ ബോട്ടിങ്ങും കാര്യങ്ങളെല്ലാം. അപ്പോൾ അതുകൊണ്ട് ഒരുപാട് സന്ദർശകരുണ്ട് ഇവിടെ. അപ്പം സന്ദർശകർ ഈ തൂക്കുപാലത്തിൽ ഒരുപാടാകുമ്പോഴത്തേക്ക് ഈ തൂക്കുപാലം നല്ലപോലെ ആടി ഉലയുന്നുണ്ട്. അപ്പോൾ ഒരു ചെറിയൊരു പേടി എല്ലാവർക്കും ഉണ്ട്, നമുക്ക് ഒരിച്ചിരി പേടിയൊക്കെ ഉണ്ട്. എങ്കിലും ഇതേക്കൂടെയുള്ള സഞ്ചാരം അടിപൊളിയാണ്, നല്ല രസമാണ്. സുഖമായിട്ട് നമുക്ക് ഈ കാഴ്ച കണ്ട്, അപ്പോൾ തോടിന് അപ്പുറം ഇപ്പുറമുള്ള കാഴ്ചകളൊക്കെ കണ്ട് നമുക്ക് നല്ല രീതിയിൽ അങ്ങ് പോകാൻ പറ്റും. അതായത് നമ്മൾ ഈ വാഗമണ്ണൊക്കെ ചെല്ലുമ്പോഴത്തേക്ക് നമ്മുടെ ഗ്ലാസ് ബ്രിഡ്ജൊക്കെ കയറുന്നില്ലേ എന്ന് പറഞ്ഞാലാണ് തൂക്കുപാലത്തിന് നല്ല നീളമാണ് കേട്ടോ. ഇതിന് എത്ര നീളമാണെന്ന് ഞാനിവിടെ പലരോടും ചോദിച്ചു. അത് കൃത്യമായിട്ട് അവർക്ക് അറിയത്തില്ല. എങ്കിലും 2012 ഇത് പൂർത്തിയായത്. ഇതിന് താഴത്തെ നദിയിൽ കയാക്കിങ് നടപ്പുണ്ട്. ഒരുപാട് പേര് കയറുന്നുണ്ട്. അതായത് 2 പേര് സഞ്ചരിക്കാവുന്നത്, 4 പേർക്ക് സഞ്ചരിക്കാവുന്നത്, 8 പേർക്ക് സഞ്ചരിക്കാവുന്നത്, അങ്ങനെ പലതരം ഉള്ള ബോട്ടുകളുണ്ട്. അടി നീളമുള്ള തൂക്കുപാലത്തിൽ ഒരേ സമയം നിയമാനുസൃതമായി 40 പേർക്ക് വരെ സഞ്ചരിക്കാമെന്നാണ് ഇതിൻ്റെ നിയമപ്രകാരമുള്ള മുന്നറിയിപ്പ്. ഭൂതത്താൻകെട്ട് നദിയിൽ നിന്നുള്ള വെള്ളമാണ് ഈ കാണുന്നത് കേട്ടോ. കയാക്കിങ് ഇഷ്ടപ്പെടുന്നവർക്ക് ഒരു അടിപൊളി സ്ഥലമാണത്. കുഞ്ഞു കുഞ്ഞു വള്ളങ്ങളിൽ തുഴഞ്ഞു പോവുക, കാഴ്ച കാണുന്നത് തന്നെ നല്ല മനോഹരമായ ഒരു കാഴ്ചയാണ്. കയാക്കിങ് എന്ന് പറഞ്ഞാൽ ആ നീളമുള്ള തുഴ പിടിച്ച് തുഴയുക എന്ന് പറയുന്നത് ഒരു ടാസ്ക്കാണ്. ആ ടാസ്ക് കവർ ചെയ്താൽ അടിപൊളി എക്സ്പീരിയൻസ് ആയിരിക്കും.